ദൈവത്തിന് സ്തുതി. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകാനായിട്ട് ഇടയായി. ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് 10 ദിവസമെങ്കിലും ആയുസ് കൂടുതൽ കൊടുക്കാൻ പറ്റിയാൽ പണം കൊണ്ട് നമുക്ക് സഹായിക്കാം, മറ്റു പലതുകൊണ്ട് സഹായിക്കും. പക്ഷെ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ കർത്താവിന്റെ ജീവിതം തന്നെയാണ്. ഞാൻ അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയിൽ നിന്നാണ് എനിക്ക് അതിനുള്ള വലിയൊരു പ്രചോദനം ഉണ്ടായത്. ഞാൻ ഈ കിഡ്നി കൊടുത്ത ആളെ സംബന്ധിച്ചുകൊണ്ട് അറിയുന്നത് ഒരു മീറ്റിംഗിൽ സംബന്ധിച്ചപ്പോഴാണ്, ഒരു പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷേ അതിനുള്ള എന്റെ ധൈര്യം കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആഗ്രഹം മാത്രം ഞാൻ പ്രകടിപ്പിച്ചു. എന്റെ ധൈര്യം എപ്പോഴും ആരാധനയിൽ നിന്ന് കിട്ടിയതാണ്. അതിന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഈ 2 ഡോക്ടേഴ്സിനെ ഞാൻ പരിചയപ്പെട്ടു, അവരോട് സംസാരിച്ചു. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടെങ്കിലും ഇവരുടെ വലിയൊരു പ്രോത്സാഹനം ഉണ്ടായി. അതിൽ നിന്ന് എനിക്ക് വലിയ ധൈര്യമുണ്ടായി. സർജറിയുടെ സമയത്തൊന്നും യാതൊരു വിധമായ പ്രതിസന്ധിയോ പ്രശ്നമോ പ്രയാസമോ ഒന്നും എനിക്കുണ്ടായില്ല. ചിലർ എന്നോട് പറഞ്ഞു ഇത് കൊടുത്തു കഴിയുമ്പോൾ ഒരു ഡിപ്രഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് യാതൊരു ഡിപ്രഷനും അല്ല. ഐ എം വെരി ഹാപ്പി. വിത്തിൻ 1 മന്ത് ഞാൻ വീണ്ടും വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ദൈവകൃപയാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇപ്പൊ അടുപ്പിച്ച് 3 ദിവസം കണ്ടിന്യൂസ് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. യാതൊരു കുഴപ്പങ്ങളുമില്ല. എന്നെ ട്രീറ്റ് ചെയ്ത എല്ലാ ഡോക്ടേഴ്സിനോടുള്ള നന്ദി, അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ് വളരെ കാര്യമായിട്ട് എന്നെ സഹായിച്ചു, സഹകരിച്ചു. എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി. തീർച്ചയായിട്ടും എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. താങ്ക് യു.